ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, എൻ്റെ യേശുവേ, വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉരുൾപൊട്ടി കടപുഴകിയെടുത്ത മണ്ണിൽ മറഞ്ഞു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രക്ഷപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭയമെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിക്കേറ്റവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുജീവിതത്തിലേക്കുള്ള നന്മകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്ര സേനകൾക്കും മറ്റു സാമൂഹ്യ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രവർത്തിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരു ജലപ്രളയം വരാതെ ജനങ്ങളെയും ജീവനെയും കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വെള്ളിയാഴ്ച നടന്ന ഉപവാസ പ്രാർത്ഥനയിലും വയനാട്ടിലെ വിഷയം സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. 2024 ജൂലൈ മാസം 30 ചൊവ്വാഴ്ച രാവിലെ 1 മണിയോടെയാണ് ഉരുൾപൊട്ടിയത്. എന്നാൽ വീണ്ടും 4 മണിയോടെ വീണ്ടും ഉരുൾപൊട്ടി. പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി വന്ന് ഇടിക്കുന്ന ശബ്ദം കേട്ട് അമ്പരന്ന് കണ്ട കാഴ്ച ഹൃദയഭേദകമാണ്. മരണസംഖ്യ 4 തീയതി വരെ 225ഓളം ആയി എന്നാണ് കണക്ക്. 2019 പുത്തുമലയിലെ ഉരുൾപൊട്ടലിൻ്റെ മുറിവുകൾക്ക് ശേഷം വൻ വെള്ളപ്പൊക്കങ്ങളും കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 54-ാം വാക്യം മുതൽ 57-ാം വാക്യം വരെ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറു നിന്നു മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിക്കാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതും എന്ത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ സ്വന്തമായി പറഞ്ഞതല്ല. കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നില്ല? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 144 കോടി ജനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. കണക്കെടുത്ത് പരിശോധിച്ചാൽ ഓഹി ദുരന്തത്തിന് ശേഷം എത്ര കോടി ജനങ്ങൾ മരിച്ചിട്ടുണ്ട്? എത്ര കോടി സ്വത്തുക്കൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ എത്ര കോടി
ചെലവാക്കി. ഇത് പ്രകൃതി ദുരന്തത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രയോജനവുമില്ലേ? മാത്രമല്ല, രാഷ്ട്രീയ, സാമുദായിക, മത പീഡനങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കുന്നുണ്ട്. ദിനംതോറും സ്വാഭാവിക മരണങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പല തവണയും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തിലും ധാരാളം മനുഷ്യർ മരണപ്പെട്ടും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വയനാട് ജില്ലയിലെ ചൂരൽമലയിലും പുഞ്ചിരി മട്ടത്തെ അങ്ങാടിയിലും മുണ്ടക്കൈയിലും മറ്റു പ്രദേശങ്ങളിലും അതിശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടി നാശനഷ്ടങ്ങളുണ്ടായി. മരണമടഞ്ഞവർ, പരിക്കേറ്റവർ, ജീവൻ രക്ഷപ്പെട്ടവർ, മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുന്ന മൃതദേഹങ്ങൾ, ഇതെല്ലാം നമുക്ക് വേദനയുണ്ടാക്കുന്നു. വളരെയധികം ദുഃഖകരമായ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒഴിയാത്ത ബാധയായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിനും പരിഹാരമില്ല. ഭരണാധികാരികൾക്ക് എന്തു സംഭവിച്ചു? കേരളത്തിലെ ജലസേചന വകുപ്പ് നോക്കുകുത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു വികസന പദ്ധതികൾ പോലും ചെയ്യുന്നില്ല. വികസന പദ്ധതികൾ നടത്തേണ്ട സ്ഥലങ്ങളിൽ നടത്തുന്നില്ല. ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ അടുത്ത പ്രളയത്തിന് തുടക്കം കുറിക്കുന്നുവെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇതാ പുതിയ ഡാമുകളും ചെക്ക് ഡാമുകളും പണിയുന്നില്ല. കുടിവെള്ളം എല്ലായിടത്തും സുലഭമായി ലഭിക്കുന്നുമില്ല. വൈദ്യുതിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്തു ചെയ്യും? ഇതിന് മുൻകരുതൽ ഉണ്ടോ? സമീപ പ്രദേശങ്ങളിൽ ചെക്ക് ഡാമുകൾ പണിത് വെള്ളം ചെക്ക് ഡാമുകളിൽ സംഭരിച്ച് ജലപ്രളയം നിയന്ത്രിച്ച് ജില്ലകളിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല കേരള സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഒരു ദുരന്തമുണ്ടായാൽ അതിനെ നേരിടുവാൻ കേരള ഖജനാവിൽ പണം സ്വരൂപിച്ച് വച്ചിട്ടുണ്ടോ? മുല്ലപ്പെരിയാർ ഡാം ദുരന്തം ഒഴിവാക്കി പുതിയ ഡാമുകൾ പണിയുന്നതാണ് ഉത്തമം. ഇനിയും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകരുത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു. എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അതിയായ ദുഃഖം അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ